Watch full episodes on Jio Hotstar. ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള സ്റ്റാച്ചു ആയതുകൊണ്ട് ഇതിന് കോടിക്കണക്കിന് രൂപയാണ് വിലയുള്ളത്. ഹലോ, ആ വില കൂടിയ സ്റ്റാച്ചു ഇവിടെ അടുത്ത് തന്നെയുണ്ട്. നിങ്ങൾ അകത്തേക്ക് വാ. എടാ നിന്നോടല്ല പറഞ്ഞ വണ്ടി നിർത്താൻ. വേണ്ട, എനിക്ക് നിങ്ങളോടൊപ്പം വരണ്ട. വണ്ടി ഒന്ന് നിർത്താനല്ല പറഞ്ഞ. കണ്ണുണ്ടോടെ? നിങ്ങൾ എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോണേ? വണ്ടി നിർത്താൻ. വണ്ടി നിർത്താനല്ലേ പറഞ്ഞേ? എടാ നിങ്ങളൊന്ന് വണ്ടി നിർത്തുന്നുണ്ടോ? എനിക്ക് താഴെ ഇറങ്ങണം. നിർത്താനല്ലേ പറഞ്ഞേ? ഞാനൊന്ന് താഴെ ഇറങ്ങിക്കോട്ടെ. എടാ പോലീസിന്റെ മാനം കളയല്ലേ നിങ്ങള്. ഒന്ന് വണ്ടി നിർത്ത്. ഞാൻ ആകെ നനഞ്ഞു. അവരെ ചേസ് ചെയ്യേ. അവന്മാരെ വെറുതെ വിടരുത്. ഇപ്പൊ തന്നെ അവരെ ചെന്ന് പിടിക്കണം. എന്നെ കൂട്ടിക്കൊണ്ട് പോ. സാറേ, വണ്ടിക്ക് ശരിക്കും ബ്രേക്ക് പിടിക്കുന്നില്ല. ഒന്ന് വേഗം വിട്ടേ. ആ കള്ളന്മാര് വില കൂടിയ സ്റ്റാച്യൂസ് ആണ് മോഷ്ടിച്ചിരിക്കുന്നത്. എന്റെ അമ്മോ, മോഷിച്ചെന്നോ? എങ്ങനെ മോഷിച്ചു? എന്റെ പരിധിയിൽ മോഷണമോ? ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണം നടന്നോ? ഒരിക്കലും സംഭവിക്കില്ല. ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ മോഷ്ടിക്കാനായിട്ട് ആൾക്കാർ വരുമ്പോ അവിടെയുള്ളവരൊക്കെ പറയും മോഷ്ടിക്കാനെ ലഡ്ഡു സിംഗ് വരുന്നു. അപ്പൊ മോഷ്ടിക്കാൻ വന്ന ആൾക്കാർ ഓടിപ്പോവും. അങ്ങനെ ആൾക്കാർ നന്നായി. അല്ലെങ്കിൽ ലഡ്ഡു സിംഗ് വന്നില്ലെങ്കിൽ ഇപ്പൊ എന്താ എന്നെ കഥ? ആഹാ, കൊള്ളാം, നീ കലക്കിലോ.
നിനക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാലോ. അതിന്റെ അർത്ഥം എന്റെ പേര് എല്ലായിടത്തും വളരെ ഫേമസ് ആണെന്ന്. സർ അവരിവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിലായിരിക്കും ഒളിച്ചിരിക്കുക. നിങ്ങൾ ഇവിടെയുള്ള എല്ലാ വീടുകളും പരിശോധിക്കണം. നിങ്ങള് വിട്ടോ, ഇനി അവന്മാർക്ക് എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ശിലയെ എനിക്കിഷ്ടമില്ലെങ്കിലും ശില വിറ്റ് കിട്ടുന്ന പണത്തിനോടാണ് എനിക്കിഷ്ടം. ശിലയെ എനിക്കിഷ്ടമില്ലെങ്കിലും ഇത് വിറ്റ് കിട്ടുന്ന പണം എനിക്കിഷ്ടമാണ്. ഭഗവാൻ സിംഗ്, എനിക്ക് സന്തോഷമായി. ഈ സ്റ്റാച്ചുവിന്റെ വില കോടി, പല കോടിയാണ്. ബലവാൻ, ചന്ദൻ, ചപ്പു, പിന്നെ പദർ, വേഗം ഈ സ്റ്റാച്ചു ഒക്കെ പാക്ക് ചെയ്യൂ. കാര്യങ്ങളെല്ലാം ഒന്ന് തണുത്ത് വരുന്നത് വരെ ഇവ ഇവിടെ തന്നെ ഇരിക്കട്ടെ. എല്ലാം ശാന്തമായതിനു ശേഷം വേണം നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കണം. പിന്നെ ഞാൻ വലിയ കോടീശ്വരനായില്ലേ. വരൂ, നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടി ആ സ്ഥലത്ത് പോയി പരിശോധിക്കണം. അവിടെ വെച്ചാണ് അവരെ കാണാതായത്. അതുകൊണ്ട് അവിടുന്ന് ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇവിടെ വന്നിട്ട് അവരെങ്ങനെയാ പെട്ടെന്ന് കാണാതായത്? ചിലപ്പോ അത് വല്ല ഏലിയൻ ആണെങ്കിലോ, പെട്ടെന്ന് മുകളിൽ പറന്നു പോയതായിരിക്കും. അവര് താഴേക്കാ പോയത്. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ, ഞാൻ അകത്ത് ചെന്ന് നോക്കിട്ട് വരാം. യൂടി, വെറുതെ ആവശ്യമില്ലാതെ പേടിപ്പിക്കല്ലേ. ഹേ ഡോഗി, നീ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ചെല്ല്, ശിവ ഒറ്റയ്ക്കാ പോകുന്നത്. അവൻ ആപത്ത് വരാതെ നീ നോക്കിക്കോ. എന്ത് പറ്റി ഡോഗി? നീ എന്തെങ്കിലും അവിടെ കണ്ടുവോ? ഗുഡ് ഡോഗി, വെരി ഗുഡ്. നീ തീർച്ചയായിട്ടും ഒരു നല്ല ഡിറ്റക്റ്റീവ് ആകും. എന്നാ വാ, നമുക്ക് പോവാം. ഓഹോ, പേടിക്കല്ലേ. നമ്മൾ അങ്ങോട്ട് അകത്തല്ല പോകാൻ പോകുന്നത്, പുറത്തേക്കാണ് പോകാൻ പോകുന്നത്. ലഡു സിംഗിന് ഫോൺ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. ലഡു സിംഗ് സാർ, കം ഇൻ. ഇവിടെ താഴെ തുരങ്കപാത ഒന്നുണ്ട്. ഇതിനകത്തുള്ള ഗുഹയിലാണ് അവരുള്ളത്. വേഗം മോട്ടോർ ബൈക്ക് റെഡിയാക്ക്, നമുക്ക് പോണം. എനിക്ക് പേടിയായിട്ട് വയ്യ. താഴെ തുരങ്കമുണ്ട്, അവിടെ ഒരു ഗുഹയുണ്ട്. അവരൊക്കെ അവിടെ ആയിരിക്കും ഒളിച്ചിരിക്കുക. വരൂ, നമുക്ക് ചെന്ന് അന്വേഷിക്കാം. ലഡു സിംഗിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ചപ്പു മോഷ്ടിക്കുന്നത് നമ്മള്, ജീവൻ പണയപ്പെടുത്തുന്നത് നമ്മള്. പക്ഷെ സ്റ്റാച്യു ഒക്കെ ബോസ് ചിങ്കാരയ്ക്ക്, എല്ലാ പണവും ചിങ്കാരയ്ക്ക്. കൂടുതൽ സന്തോഷിക്കുന്നതും ചിങ്കാര തന്നെ. താൻ പറഞ്ഞത് ശരിയാ. വരൂ, നമുക്ക് ഈ സ്റ്റാച്ചു ആയിട്ട് അങ്ങനെ കടന്നു കളയാന്നേ. എന്നിട്ട് നമുക്കിതൊക്കെ വിറ്റ് വലിയ കോടീശ്വരന്മാരാകാം. നമ്മൾ ഈ സ്റ്റാച്യു കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാലേ കോടിക്കണക്കിന് പണമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ കോപ്പൻ ബോസിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റൂലെന്നേ. ശിലകളെ എനിക്കിഷ്ടമില്ലെങ്കിലും വിറ്റ് കിട്ടുന്ന പണം എനിക്കിഷ്ടം. പണത്തിനു വേണ്ടി പലരുടെയും സ്വഭാവം മാറും. ബൽവാൻ സിംഗ്, ചിങ്കാരിയുടെ താവളത്തിലെ എല്ലാ സ്ഥലത്തും ചെവിയും കണ്ണുമുണ്ട്. ബലവാനെ, ചിങ്കാരിക്ക് കാര്യം മനസ്സിലായി. നമ്മൾ ഈ പരിപാടി വേണ്ടെന്ന് വെച്ചാലോ? എന്തായാലും ശരി, ഇനി ഞാൻ പുറകോട്ടില്ല. വേഗം ചെല്ല്. ശിവ, ശിവ,
എനിക്ക് തോന്നുന്നു നമ്മളെ ശിവേനെ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കണ്ടെന്നാ. സാറേ അത് നിങ്ങളുടെ ശബ്ദം തന്നെയാ, ഇവിടെ എക്കോ അടിക്കുന്നുണ്ടേ. ശിവ അല്ല, ഇവിടെ പോലീസോ? ഈ കുട്ടി ഏതാണ്? ഇവിടെ ഇവരെന്താണ് ചെയ്യുന്നത്? ഏയ് അവിടെ നിൽക്കൂ. ആ സ്റ്റാച്ചു മുഴുവനും ഞങ്ങൾക്ക് തന്നേക്കൂ. ഇത് വേദ സിറ്റി മ്യൂസിയത്തിലുള്ള പ്രതിമകളാണ്. ഏയ് കുട്ടി, മര്യാദക്ക് നീ നിന്റെ വഴി നോക്കിപ്പോ. അല്ലാതെ എന്റെ വഴി തടയാൻ ശ്രമിച്ചാല് എന്നെ എന്താ ചെയ്യാന്നറിയോ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. നിങ്ങൾ വേഗം ചെന്ന് ലഡു സിംഗ് സാറിനെ കൂട്ടിക്കൊണ്ടുവരൂ. അപ്പോഴേക്കും ഞാൻ ഇവരെ നോക്കിക്കോളാം. ശരി. ശിലകളെ എനിക്കിഷ്ടമല്ല, അത് വിറ്റ പണം എനിക്കിഷ്ടമാണ്. നീ മിടുക്കനാണല്ലോ കുട്ടി. എന്താണ് നിന്റെ പേര്? ശിവ. ശിവ എന്നാണ് എന്റെ പേര്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. പോലീസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇതുപോലുള്ള സുരക്ഷിതമായ താവളത്തിൽ വന്ന് ചിങ്കാരയെ ആരും പിടിക്കില്ല. ഞാൻ പോവുകയാണ്. നീ അവിടെ തന്നെ കിടന്നോ. അല്ല, ഈ സൈക്കിൾ എങ്ങനെ ഇവിടെ വന്നത്? അടിപൊളി സൈക്കിളാ. ഞാനൊന്ന് ചവിട്ടി നോക്കട്ടെ. ഇതെന്താ? ഒന്ന് നിർത്ത്. ഇത് വല്ല പ്രേതം കൂടിയ സൈക്കിളാണോ? ഒന്ന് നിർത്ത്, ഒന്ന് നിർത്താൻ. ഈ സൈക്കിള് പ്രേതം തന്നെയാണ്. എല്ലാം ആകെ കുഴഞ്ഞു. ആ കുട്ടിയും വന്നു, പോലീസും വന്നു. എല്ലാത്തിനും എന്റെ ബുദ്ധിയില്ലാത്ത ആൾക്കാരെ പറഞ്ഞാ മതിയല്ലോ. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഞാൻ ഈ 3 സ്റ്റാച്ചു ആയിട്ട് ഇപ്പൊ പോവാണ്. ബാക്കിയുള്ള ശിലകളുമായി നിങ്ങൾ എന്റെ വേറെ താവളത്തിലേക്ക് വരൂ.
ഏയ്, ഏയ്, ഈ കുട്ടി വല്ലാത്തൊരു ശല്യമാണല്ലോ. പിടിക്കൂ, ആ ബാഗ് മേടിക്കൂ. കുട്ടിയാണെന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നു. ഇനി നിന്നെ തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം. എനിക്ക് ഏറ്റവും വലുത് പണമാണ്. കുട്ടി, നീ നന്നായിട്ട് സൈക്കിൾ ഓടിക്കുന്നുണ്ട്. പക്ഷെ ഈ സൈക്കിൾ ഓടിച്ച് മാത്രം ചിങ്കാരയെ തോൽപ്പിക്കാനാവില്ല നിനക്ക്. ശിവ, ശിലകൾ കൊണ്ട് അവർ ആ ഭാഗത്ത് പോയിരിക്കുന്നു. വരും, നമുക്ക് അങ്ങോട്ട് പോവാം. കുട്ടി വരൂ, ധൈര്യമുണ്ടെങ്കിൽ വന്നിട്ട് വാങ്ങിക്കോ. എന്നെ കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ആ ശിലകളൊക്കെ വേദ സിറ്റിയുടെ അവകാശമാണ്. ശിവ,
എന്നെ ഒന്ന് രക്ഷിക്ക്. ആ, ആ. ശിവ എന്നെ ഒന്ന് രക്ഷിക്ക്. ശിവ എന്നെ ഒന്ന് രക്ഷിക്ക്. ശിവ എവിടെ ഒളിഞ്ഞിരിക്കുന്ന ആ കള്ളൻ? അവന് ഞാൻ നക്ഷത്രം കാണിച്ചു കൊടുക്കാം. ലഡു സിംഗ് സർ, ശരിക്കുള്ള കുറ്റവാളി താഴെയുണ്ട്. ശിവ എന്നെ ഒന്ന് രക്ഷിക്ക്. അത് ശരി, അപ്പൊ നീ ഇവിടെ ഒളിഞ്ഞിരിക്കാണല്ലേ? ഇനി നിനക്ക് എങ്ങോട്ടാണ് ഓടാൻ സാധിക്കുക? ഐ, നിയമത്തിന്റെ കയ്യ് ശരിക്കും വലുതാണ്. ശിവ ഒന്ന് പറയാമോ ഈ സ്റ്റാച്യു ഒക്കെ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവന്നത് എന്ന്? ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ശില്പങ്ങളെ ഞാൻ എങ്ങനെ കളയാതെ സൂക്ഷിച്ചെന്ന്. എല്ലാവരും പറയാറുണ്ട് നിയമത്തിന്റെ കയ്യ് വളരെ വലുതാണെന്ന്. പക്ഷെ ഈ ശിവയുടെ കൈയുണ്ടല്ലോ, അത് നിയമത്തിനേക്കാളും വളരെ വലുതാണ്. അല്ല ശിവ? Watch India's largest kids library only on Jio Hotstar. Download the app now.